ധർത്തി അഭയ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കി കുമളി മാന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവനമാർഗം എന്നിങ്ങനെ 4 മേഖലകളിലായി പട്ടികവർഗ ജനതയുടെ സമഗ്ര വികസനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളിലാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. 89 പട്ടികവർഗ ഗ്രാമങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സേവനങ്ങൾ നിലവിൽ നടപ്പായ സമ്പൂർണ്ണ പദ്ധതിക്ക് പിന്തുണാ സേവനങ്ങളും പദ്ധതിയിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം കാണലും ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുപ്രധാന സേവനങ്ങൾ ഏറ്റവും വിദൂര ഗോത്ര മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. സംയോജിത പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, 17 കൃത്യനിർവഹണ മന്ത്രാലയങ്ങളുടെ ഒത്തുചേരൽ, 25 വ്യത്യസ്ത മേഖലയിലുള്ള ഇടപെടലുകളുടെയും ഗോത്ര ശാക്തീകരണം എന്നിവയാണ് ഈ പദ്ധതിയുടെ കാതൽ. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമായി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഈ സമൂഹത്തെ എങ്ങനെ ഒരു വികസിത രാജ്യം, വികസിത സമൂഹമാക്കാം എന്നതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെന്നാണ് നരേന്ദ്രമോദിയുടെ വിഷനും അതുപോലെ തന്നെ മിഷനും. വനവാസി മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പാക്കി വരികയാണ്. വനവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത മേഖലയിലേതുപോലെ ഉയർത്തണം. സ്കൂൾ, വൈദ്യുതി, റോഡ്, വീട്, വരുമാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഈ വികസനം ഉറപ്പാക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷനായി. പീരുമേട് MLA വാഴൂർ സോമൻ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വനവാസി ഊരുമുപ്പന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജനം, ഇടുക്കി.